ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയമുള്ളവരെ, ഈ സമയം നമ്മൾ ദൈവത്തെ കുറച്ചു നേരം പാടി ആരാധിക്കുവാനായിട്ട് പോവുകയാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങളെ എല്ലാം ഓർത്ത് നമ്മളെ അനുദിനം വഴി നടത്തുന്ന, നമ്മളെ താങ്ങുന്ന, അവൻ്റെ കരം പിടിച്ച് നയിക്കുവാനുള്ള വലിയ കൃപ നമുക്ക് തരുന്ന നമ്മുടെ ദൈവത്തെ നമുക്ക് നന്ദി പറഞ്ഞ് ഈ സമയം ആരാധിക്കാം. ഏതവസ്ഥയിൽ നമ്മളാണോ ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് ദൈവത്തെ നമ്മൾ ആരാധിക്കണം. എൻ്റെ പ്രിയമുള്ളവരെ, അപ്പോസ്തല പ്രവർത്തനം 16-ാം അധ്യായം 25 മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ മനോഹരമായ ഒരു സംഭവം പറയുന്നുണ്ട്. പൗലോസും സീലാസും കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നത്, ദൈവത്തെ സ്തുതിക്കുന്ന, ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യമാണ് ഈ സംഭവം. എൻ്റെ പ്രിയമുള്ളവർ, അവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, പൗലോസും സീലാസും ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ആ സമയത്ത്, ആ പ്രതിസന്ധിയുടെ നടുവിൽ നിന്നുകൊണ്ട് അവർ ദൈവത്തെ ആരാധിക്കുകയാണ്. ആ തിരുവചനങ്ങളോടെ നമ്മൾ കടന്നു പോകുമ്പോൾ, തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണാവുന്ന ഒരു കാര്യമാണ്, അവിടെ പൗലോസും സീലാസും മാത്രമല്ല കാരാഗ്രഹത്തിലുണ്ടായിരുന്നത്, അവരോടൊപ്പം അനേകര് കാരാഗ്രഹത്തിലുണ്ടായിരുന്നു, അനേക കാരാഗ്രഹങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്തത് പൗലോസും സീലാസും മാത്രമാണ്. ഇവർ അവിടെ സ്തുതിക്കുകയും ഇവർ അവിടെ ആരാധിക്കുകയും ചെയ്തപ്പോൾ ആ കാരാഗ്രഹത്തിൻ്റെ എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു എന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്. പ്രിയമുള്ളവർ, ഈ നിമിഷം നമ്മൾ ഇവിടെ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഇതേ കണക്ക് ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. നമ്മൾ ഇവിടെ ഇരുന്ന് സ്തുതിച്ചാൽ മതി. ടി വിയിലൂടെയും പ്രത്യേകിച്ച് ഫോണിലൂടെയും ഒക്കെ ഇത് കാണുന്നവർ, നിങ്ങൾ എവിടെയാണോ അവിടെ ആയിരുന്നു കൊണ്ട് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഈ സമയം ദൈവത്തെ സ്തുതിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ നിയോഗങ്ങളുടെ മേൽ ദൈവത്തിന്റെ ശക്തി കടന്നു വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. പ്രഭാഷകന്റെ പുസ്തകം 47-ാം അധ്യായം 10-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു: അവർ ദൈവത്തിന്റെ വിശുദ്ധ നാമത്തെ സ്തുതിച്ചപ്പോൾ അവരുടെ സ്തുതിഗീതങ്ങളാൽ വിശുദ്ധ സ്ഥലം മുഖരിതമായെന്നാണ് വചനം പറയുന്നത്. അവർ സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ സ്ഥലം മുഴുവനും ദൈവത്തിന്റെ അത്ഭുതകരമായ ഗ്ലോറി, അഭിഷേകം കൊണ്ട് നിറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ഏത് പ്രതിസന്ധിയുടെ നടുവിൽ നിൽക്കുമ്പോഴും, കാരാഗ്രഹത്തിൽ കടന്ന പൗലോസും സീലാസും അവിടെ സ്തുതിച്ച് ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തിയപ്പോൾ അവിടെ ദൈവശക്തി കടന്നു വന്നു. സ്തുതിക്കുന്നതിന് നമുക്ക് സമയമോ അല്ലെങ്കിൽ ഇന്ന സമയമോ അങ്ങനെ ഒന്നുമില്ല. നമ്മൾ എവിടെയായിരുന്നാലും ദൈവത്തെ നമുക്ക് സ്തുതിക്കാൻ പറ്റണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു വിശുദ്ധനാണ് വിശുദ്ധ ആൻഡ്രൂ ബൊവാളെ. കത്തോലിക്ക സഭയിലെ, പ്രത്യേകിച്ച് ജെസ്യൂട്ട് വൈദികരിലെ ഒരു രക്തസാക്ഷിയായ ഒരു വിശുദ്ധനാണ്. പ്രത്യേകിച്ച് ഈ അച്ഛൻ്റെ ജീവിതത്തിൽ പറയുന്ന ഒരു മനോഹരമായ സംഭവമുണ്ട്. അച്ഛൻ ഒരു ദിവസം വിശുദ്ധ ബലി അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ദേവാലയത്തിലേക്ക് കുറേ തീവ്രവാദികൾ കടന്നു വന്നു. അവർ കടന്നു വന്ന് അവിടെ എല്ലാം വെടിവെച്ചു. അച്ഛൻ്റെ ബലിപീഠം എല്ലാം തട്ടിത്തെറിപ്പിച്ചു. അച്ഛനെ പിടിച്ച് ദേവാലയത്തിന് നടുക്ക് നിർത്തി. വസ്ത്രമെല്ലാം ഊരി, എൻ്റെ പ്രിയമുള്ളവർ, വസ്ത്രമെല്ലാം ഊരി ദൈവത്തെ ധിക്കരിക്കാൻ പറഞ്ഞു. ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന ഉപേക്ഷിക്കാൻ പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, ഇല്ല, ഞാൻ ചെയ്യത്തില്ല. അവസാനം അച്ഛൻ്റെ പ്രത്യേകിച്ച് ബലിയർപ്പിക്കുവാനായിട്ട് അച്ഛൻ ധരിച്ചിരുന്ന വസ്ത്രങ്ങളെല്ലാം മുരിഞ്ഞു മാറ്റി അച്ഛനെ അവർ കൈകളും കാലുകളുമൊക്കെ അടിക്കാൻ തുടങ്ങി. അതിനുശേഷം കൈകളിലെ നഖങ്ങളൊക്കെ വലിച്ച് എടുക്കുവാൻ തുടങ്ങി. അതികഠോരമായ പീഡനം. അച്ഛൻ ഇങ്ങനെ പറയുന്നത്, അച്ഛൻ്റെ ശരീരത്തിലെ തൊലി മുഴുവനും അവർ ഉരിഞ്ഞു മാറ്റി എന്നാണ് പറയുന്നത്. എന്നിട്ടും അച്ഛൻ ഈ ദൈവത്തെ സ്തുതിക്കുന്നതിൽ, ദൈവത്തെ ആരാധിക്കുന്നതിൽ ഒരു ഇതുമില്ലാതെ നിന്നു. അങ്ങനെയായിട്ട് നിന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി എന്ന് പറയും. ഈ പ്രതിസന്ധിയുടെ നടുവിൽ നിന്നുകൊണ്ട് അച്ഛൻ ഇങ്ങനെ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. അവസാനം അവർ അച്ഛൻ്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും മുറിച്ചു മാറ്റുവാൻ തുടങ്ങി. അവസാനം ശരീരത്തിൻ്റെ എല്ലാ ഭാഗവും മുറിച്ചു മാറ്റിയിട്ടും ഈ അച്ഛന് ഒരു വ്യത്യാസവുമില്ല. അച്ഛൻ ഇങ്ങനെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവസാനം തലവെട്ടി മണിക്കൂറോളം കഴിഞ്ഞിട്ടും അച്ഛൻ്റെ നാവ് ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരുന്നു. യേശുവേ സ്തുതി, യേശുവേ ആരാധന എന്ന് പറയും. എൻ്റെ പ്രിയമുള്ള യേശുവിൻ്റെ പ്രിയപ്പെട്ട മക്കളെ,
നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയുടെ നടുവിൽ നിൽക്കുമ്പോഴും ദൈവത്തെ നമുക്ക് സ്തുതിക്കാൻ പറ്റണം. കാരണം സങ്കീർത്തകൻ പറയുന്നത് ഇങ്ങനെയാണ്, അങ്ങേ സ്തുതിക്കുവാൻ വേണ്ടി ഞാൻ ജീവിക്കട്ടെ. ഈശോയെ സ്തുതിക്കുവാൻ, ഈശോയെ ആരാധിക്കുവാൻ നമുക്ക് പറ്റണം. എല്ലാവരും ഈ സമയം എവിടെയാണോ ആ അവസ്ഥയിലായിരുന്നു, എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നവർ എഴുന്നേറ്റ് നിൽക്കുക, ഇരിക്കാൻ പറ്റുന്നവരാണ് ഇരിക്കുക. ഈ സമയം കണ്ണുകളൊക്കെ ഒന്ന് അടയ്ക്കാമോ? കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുകയോ കരങ്ങൾ ഉയർത്തി പിടിക്കുകയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ സമയം ദൈവത്തിന് മുമ്പിൽ ആയിരിക്കാം. എന്നിട്ട് നിങ്ങൾ ഏത് അവസ്ഥയിലാണെങ്കിലും ഈശോ ഇപ്പോൾ ഒന്ന് ആരാധിക്കണം. നിങ്ങൾ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് സ്വരം ഉയർത്തി പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ സ്വരം ഉയർത്തി തന്നെ പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ ചെറിയ സ്വരത്തിലാണെങ്കിൽ ചെറിയ സ്വരം, നിങ്ങൾ യാത്രയിലാണെങ്കിൽ ചെറിയ സ്വരത്തിലൊക്കെ ഇരുന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ യേശുവേ സ്തുതി, യേശുവേ ആരാധന എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. കാരണം നിങ്ങൾ എവിടെ ഇരുന്ന് സ്തുതിച്ചാലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവശക്തി കടന്നു വരും. രണ്ട് കരങ്ങളും പറ്റുന്നവരെല്ലാം ഉയർത്തിപ്പിടിച്ച് കണ്ണുകൾ അടച്ചു പിടിച്ചുകൊണ്ട് സ്വരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഏത് പ്രതിസന്ധി നടുവിൽ നിൽക്കുമ്പോഴും ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാനുള്ള ഒരു അഭിഷേകം. സങ്കീർത്തകൻ പറയുന്നത് പോലെ അങ്ങേ സ്തുതിക്കുവാൻ വേണ്ടി ഞാൻ ജീവിക്കട്ടെ. പ്രഭാഷകൻ 43:30 പറയുന്നു, എല്ലാ കഴിവ് ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുവിൻ, അവിടുന്ന് അതിന് ഉപരിയാണ്. സർവശക്തിയോടും കൂടെ അവിടുത്തെ പുകഴ്ത്തുവിൻ, തളർന്നു പോകരുത്. എത്ര സ്തുതിച്ചാലും പരിധി വരാത്ത രീതിയിൽ സ്തുതിക്കുവാനുള്ള ഒരു അഭിഷേകം ഈ നിമിഷം നിങ്ങളുടെ ജീവിതത്തിൽ നിറയണം. നാവുകൾ എല്ലാം വിട്ടുകൊടുത്തോണ്ട് സ്തുതിച്ചേ, കരങ്ങളൊക്കെ വിട്ടുകൊടുത്തേ, ശരീരമൊന്ന് വിട്ടുകൊടുത്തോണ്ട് മനസ്സ് തുറന്ന് സ്വരമുയർത്തി യേശുവേ എന്ന് വിളിച്ച് സ്തുതിച്ചേ. ഹല്ലേലൂയ 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 യേശുവേ 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 ഹല്ലേലൂയ 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 യേശുവേ എന്ന് വിളിക്കാമോ? സ്വരമുയർത്തി വിളിച്ചേ യേശുവേ. കരങ്ങളടിച്ച് എല്ലാവരും കരങ്ങളടിച്ച് ശക്തിയോടെ പോരാ, തളർന്നു പോകാതെ മടുത്തു പോകാതെ ഒന്ന് സ്തുതിക്കാമോ? നമുക്കെല്ലാവർക്കും വലിയ സന്തോഷത്തോടുകൂടി, വലിയ ആനന്ദത്തോടുകൂടി ദൈവം നൽകിയ നന്മകൾ, ദൈവം നൽകിയ കഴിവ്, ദൈവം നൽകിയ ശരീരം എല്ലാം ദൈവ മഹത്വത്തിലൂടെ നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാം. ചേർന്ന് പാടി ആരാധിക്കാം. എത്ര സ്തുതിച്ചാലും മതി വരില്ല, എത്ര വർണ്ണിച്ചാലും കൊതി തീരില്ല. എത്ര സ്തുതിച്ചാലും മതി വരില്ല, എത്ര വർണ്ണിച്ചാലും കൊതി തീരില്ല. സ്വന്ത ജീവൻ കൊന്നെന്നെ വീണ്ടെടുത്ത തന്റെ മകനായി മേറ്റവൻ, സ്വന്ത ജീവൻ തന്നെ വീണ്ടെടുത്തവൻ, തന്റെ മകനായി മേറ്റവൻ. നന്ദിയെന്നും ഉള്ളം തുള്ളിപ്പാടിടും, നിന്റെ നാമമെന്നും എന്റെ നാമം ഘോഷിക്കും. നന്ദിയെന്നും ഉള്ളം തുള്ളിപ്പാടിടും, നിന്റെ നാമമെന്നും എന്റെ നാമം ഘോഷിക്കും. യേശുവേ നീ രക്ഷകൻ, ആർത്തു പാടിയിടും ഞാൻ. യേശുവേ നിൻ സാക്ഷിയായി ജീവിച്ചിടും ഞാൻ. എല്ലാവരും യേശുവേ നീ രക്ഷകൻ, ആർത്തു പാടിയിടും ഞാൻ. യേശുവേ നിൻ സാക്ഷിയായി ജീവിച്ചിടും ഞാൻ. കരങ്ങൾ രണ്ട് വശങ്ങളിലേക്ക് അടിച്ച് എല്ലാവരും വലിയ സന്തോഷത്തോടുകൂടി നമ്മുടെ കണ്ണുനീരുകളും നമ്മുടെ വേദനകളും നമ്മുടെ വീഴ്ചകളും നമ്മുടെ തകർച്ചകളും ദുഃഖങ്ങളും ദുരിതങ്ങളിലും നടുവിലും ഈശോയെ ആരാധിക്കുവാൻ, ഈശോയെ സ്തുതിക്കുവാനുള്ള ഒരു അഭിഷേകത്തിനു വേണ്ടി എല്ലാ മക്കളും ആഗ്രഹിച്ച് വലിയ സന്തോഷത്തോടുകൂടി കണ്ണുനീരിൽ നിന്നും എന്റെ കണ്ണുകളെ, വീഴ്ചയിൽ നിന്നും എന്റെ കാലുകളെ, മരണത്തിൽ നിന്നും എന്റെ പ്രാണനെ സർവശക്തൻ കരുണയാൽ വിടുവിച്ചു. മരണത്തിൽ നിന്നും എന്റെ പ്രാണനെ സർവശക്തൻ കരുണയാൽ വിടുവിച്ചു. നന്ദിയെന്നും ഉള്ളം തുള്ളിപ്പാടിടും, നിന്റെ
നിന്റെ നാമമെന്നും എന്റെ നാവ് ഘോഷിക്കും. നന്ദി എന്നു ഉള്ളം തുള്ളിപ്പാടിടും. നിന്റെ നാമമെന്നും എന്റെ നാവ് ഘോഷിക്കും. യേശുവേ നീ രക്ഷകൻ, ആർത്തുപാടിയിടും ഞാൻ. യേശുവേ നീ സാക്ഷിയാ, ജീവിച്ചിടും ഞാൻ. യേശുവേ നീ രക്ഷകൻ, ആർത്തുപാടിയിടും ഞാൻ. യേശുവേ നീ സാക്ഷിയാ, ജീവിച്ചിടും ഞാൻ. കരങ്ങൾ താഴ്ത്തി രണ്ട് വശങ്ങളിലേക്ക് കരങ്ങൾ അടിച്ച് തുള്ളി ചാടി ആടി പാടി എല്ലാ കഴിവും ഉപയോഗിച്ച് ദൈവത്തെ സ്തുതിക്കുവാനുള്ള ഒരു അഭിഷേകം. നമ്മുടെ ജീവിതത്തിന്റെ ഭാരങ്ങൾ, നമ്മുടെ ജീവിതത്തിന്റെ വേദനകൾ എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഈശോയെ, ഏത് പ്രതിസന്ധിയുടെ നടുവിലും ഈശോയെ അങ്ങേ ആരാധിക്കുവാനുള്ള ഒരു അഭിഷേകം, അങ്ങേ സ്തുതിക്കുവാനുള്ള ഒരു അഭിഷേകം ഞങ്ങളിലേക്ക് നിമിഷം ചൊരിയണമേ എന്ന് എല്ലാ മക്കളും ആഗ്രഹിച്ച് പാടി പ്രാർത്ഥിച്ചേ. എന്റെ പ്രിയനേറ്റെടുത്തു, അനുദിനമേറ്റം നന്നായി പോറ്റിയിടുന്നു. ഭാരമെല്ലാം എന്റെ പ്രിയനേറ്റെടുത്തു, അനുദിനമേറ്റം നന്നായി പോറ്റിയിടുന്നു. ഉറ്റ തുണയായി എന്റെ കഷ്ടങ്ങളിൽ യേശുവായി ഞാൻ അറിയുന്നു. ഉറ്റ തുണയായി എന്റെ കഷ്ടങ്ങളിൽ യേശുവായി ഞാൻ അറിയുന്നു. കരങ്ങൾ ഉയർത്തി അടിച്ച് നന്ദി എന്നും പാടി പാടിടും. നിന്റെ നാമമെന്നും എന്റെ നാമം ഘോഷിക്കും. നന്ദി എന്നും ഉള്ളം തുള്ളിപ്പാടിടും. നിന്റെ നാമമെന്നും എന്റെ നാമം ഘോഷിക്കും. യേശുവേ നീ രക്ഷകൻ, ആർത്തുപാടിയിടും ഞാൻ. യേശുവേ നീ സാക്ഷിയാ, ജീവിച്ചിടും. വലിയ വിശ്വാസത്തോടെ പാടിക്കേ. യേശുവേ നീ രക്ഷകൻ, ആർത്തുപാടിയിടും ഞാൻ. യേശുവേ നീ സാക്ഷിയാ, ജീവിച്ചിടും. ആവർത്തിച്ച് പാടാമോ? യേശുവേ നീ രക്ഷകൻ, ആർത്തുപാടിയിടും ഞാൻ. യേശുവേ നീ സാക്ഷിയാ, ജീവിച്ചിടും. എല്ലാവരും ചേർന്ന് പാടി. യേശുവേ നീ രക്ഷകൻ, ആർത്തുപാടിയിടും ഞാൻ. യേശുവേ നീ സാക്ഷിയാ, ജീവിച്ചിടും ഞാൻ. യേശുവേ നീ രക്ഷകൻ, ആർത്തുപാടിയിടും ഞാൻ. യേശുവേ നീ സാക്ഷിയാ, ജീവിച്ചിടും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാടിടാം. എല്ലാവരും കരങ്ങൾ ഉയർത്തി അടിച്ച് ചേർന്ന് പാടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാടിടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാടിടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാടിടാം. ചേർന്ന് പാടി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാടിടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാടിടാം. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ 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 സ്തുതിക്കുന്ന അപ്പാ, ആരാധിക്കുന്നു അപ്പാ, യേശു അപ്പാ, ചേർത്ത് വെച്ച് നിരക്ഷകൻ ആർത്തുപാടിയിടും
യേശുവേ സാക്ഷിയാ ജീവിച്ചിടും യേശുവേ രക്ഷകൻ ആർത്തു പാടിയിടും യേശുവേ സാക്ഷിയാ ജീവിച്ചിടും. പ്രിയമുള്ളവരെ, ഈ സമയം ആരും കണ്ണു തുറക്കുന്നില്ല. കണ്ണുകളെല്ലാം അടച്ച് കരകൾ ഹൃദയത്തോട് ചേർത്ത് തന്നെ പിടിക്കുക. സങ്കീർത്തനങ്ങൾ 52:9 തിരുവചനം പറയുന്നു, കർത്താവ് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ഞാൻ എന്നേക്കും അവിടത്തേക്ക് നന്ദി പറയും. സങ്കീർത്തകൻ മനോഹരമായിട്ട് പറയുന്നുണ്ട്, കർത്താവ് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ഞാൻ എന്നേക്കും അവിടത്തേക്ക് നന്ദി പറയുമെന്ന്. നമുക്കൊന്ന് ഓർത്തു നോക്കാം, നമ്മുടെ അനുദിന ജീവിതത്തിൽ യേശു ചൊരിയുന്ന അനുഗ്രഹങ്ങളെ കണ്ണുകൾ അടച്ച് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചേ. എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് ഈശോ നമ്മുടെ ജീവിതത്തിൽ ചൊരിയുന്നത്. വാഗ്ദാന പേടകത്തിൻ്റെ മുൻപിൽ ദാവീദ് രാജാവ് ഒരു ചാക്ക് പോലത്തെ നൂലുള്ള വസ്ത്രം ധരിച്ച് എല്ലാം മറന്ന് ദൈവത്തെ ആരാധിച്ചപ്പോൾ മറ്റുള്ള പലരും രാജാവിനെ കളിയാക്കി. അപ്പോൾ ദാവീദ് പറയുന്നുണ്ട്, എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞ വൻ കൃപകളെ ഓർക്കുമ്പോൾ എങ്ങനെ എനിക്ക് സ്തുതിക്കാതിരിക്കാൻ പറ്റും? എൻ്റെ പ്രിയമുള്ളവരെ, ഒരു രാജാവ് ദൈവത്തിൻ്റെ മുൻപിൽ, വാഗ്ദാന പേടകത്തിൻ്റെ മുൻപിൽ എല്ലാം മറന്നു ദൈവത്തെ ആരാധിച്ചു. ആരുദിനം നമ്മെ താങ്ങുന്ന, നമ്മളെ വഴി നടത്തുന്ന നമ്മുടെ ദൈവത്തിന് ഈ സമയം നമുക്ക് നന്ദി പറയാം. കണ്ണുകൾ അടച്ച് എത്രമാത്രം അനുഗ്രഹങ്ങളാണ് ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ചൊരിയുന്നത്. നന്ദി പറയുവാൻ നമുക്ക് വാക്കുകൾ മതിയാവത്തില്ല. അത്രമാത്രം അനുഗ്രഹങ്ങളാണ് ഈശോ എൻ്റെയും നിങ്ങളുടെയും നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ ഓരോ മിനിറ്റിലും ഓരോ സെക്കൻഡിലും ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ഓർത്തേ, ഒന്ന് വ്യക്തിപരമായിട്ടൊന്ന് നന്ദി പറഞ്ഞ ഈ സമയത്ത് ഈശോ ചൊരിയുന്ന അനുഗ്രഹങ്ങളെ നീ ഒന്ന് ഓർത്തേ. കണ്ണുകൾ അടച്ച് ആരെയും ശ്രദ്ധിക്കുന്നില്ല, ഒന്ന് ഓർത്തേ. വ്യക്തിപരമായിട്ടൊന്ന് ഈശോയ്ക്കൊന്ന് നന്ദി പറഞ്ഞേ. ഇന്ന് പ്രഭാതം തൊട്ട് ഈ നിമിഷം വരെ കഴിഞ്ഞു പോയ ഇന്നലകളിൽ ദൈവം ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾ, പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലൂടെ കടന്നുപോയപ്പോൾ നമ്മളെ കരം പിടിച്ച് നടത്തിയ നമ്മുടെ ഈശോ, ആ ഈശോ നടത്തിയ വഴികളെയും നീ ഒന്ന് ഓർത്തേ. ഉള്ളിൻ്റെ ഉള്ളിൽ നന്ദി ഒന്ന് പറഞ്ഞേ. നന്ദി അപ്പാ ഈശോയെ, ഞാനിതാ നന്ദി പറയുന്നു. ഈശോയെ, എൻ്റെ ഈശോയെ, ഞാനിതാ നന്ദി പറയുന്നു. ഉള്ളിൻ്റെ ഉള്ളിലൊന്ന് സ്തുതിച്ച് നന്ദി പറഞ്ഞ ഈ സമയത്ത്, ഉള്ളിൻ്റെ ഉള്ളിലൊന്ന് സ്തുതിക്കുക. ഈ സമയത്ത് ദൈവം ചെയ്ത അനുഗ്രഹങ്ങൾ, ദൈവം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന കൃപകൾ, ഈ മിനിറ്റിൽ പോലും ഈശോ ഇതാ നിന്നോട് നന്ദി പറഞ്ഞുകൊണ്ട് നിന്നോട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സെക്കൻഡിൽ പോലും ഈശോ നിന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനെല്ലാം ഓർത്ത് ഈ നിമിഷം ഒന്ന് നന്ദി പറഞ്ഞ്, ഈശോ ഇതാ നിന്നെ തൊട്ടുകൊണ്ടിരിക്കുന്ന നിമിഷമാണ്. തൊടുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് ഇപ്പോൾ നമ്മൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുവാനുള്ള വലിയ കൃപ, നമ്മുടെ നാവിനെ, നമ്മുടെ കൈകളെ, കാലുകളെ ഒക്കെ ദൈവം അതിനായിട്ട് ദൈവം തന്ന ശരീരത്തെ ഉപയോഗിച്ച് നമുക്ക് സ്തുതിക്കുവാനും നമുക്ക് ആരാധിക്കുവാനുള്ള വലിയ കൃപ തന്നു. അതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് അനേകര് സ്വരമില്ലാതെ ഈ ഭൂമിയിൽ ജനിക്കുന്നു, വൈകല്യത്തോട് ജനിക്കുന്നെങ്കിലും അവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈശോ നമ്മളെല്ലാവരും പരിപാലിക്കുന്നുണ്ട്. കൈയില്ലാത്തവരും കണ്ണില്ലാത്തവരും ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും ദൈവം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ അനുഗ്രഹങ്ങളെയും ഒന്ന് ഓർത്തേ. നിങ്ങൾ ഓർത്താൽ എത്ര നന്ദി പറഞ്ഞാലും മതിയാവാത്ത രീതിയിൽ ഈശോ ഓരോ സെക്കൻഡിലും ഇതാ കൃപ ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചെറിയ സ്വരത്തിലുള്ളിൻ്റെ ഉള്ളിൽ ഈ സമയം നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഈശോയെ നന്ദി എന്ന്, ഈശോയെ മഹത്വം എന്ന് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഈ സമയം സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക.
ഉള്ളിൻ്റെ ഉള്ളിൽ പറയുക, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. എല്ലാ മക്കളും ചേർന്ന് പാടാമോ? നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. നിൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിൻ ദയയല്ലയോ എന്നെ നടത്തിയത്. അപ്പാ നിൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിൻ ദയയല്ലയോ എന്നെ നടത്തിയത്. എണ്ണിയാൽ തീരാത്ത നന്മകൾ, യേശുവേ ചൊല്ലിയാൽ തീരാത്തവൻ കൃപകൾ. എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ തീരാത്തവൻ കൃപകൾ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, എല്ലാവരും ചേർന്ന് പാടാമോ? ചെയ്ത ആവർത്തിച്ച് ആവർത്തിച്ച് പാടാമോ? നന്മകൾക്കൊരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത 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 നന്മകൾക്കൊരായിരം ഉള്ളിൻ്റെ ഉള്ളിൽ നന്ദി പറഞ്ഞ് സ്തുതിച്ച് പ്രാർത്ഥിച്ച യേശുവേ നന്ദി, നന്ദി, നന്ദി യേശുവേ, യേശുവേ നന്ദി, 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 യേശുവ
ചൊല്ലിയാ